കുഴൽമന്നം. ആ, ഞാൻ ജനിച്ച സ്ഥലമാണല്ലോ. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് സുഖമാണോ? ആ, ഓ. എത്ര പൈസ ഇപ്പോഴത്തെ യാത്ര കൊടുത്ത്? 20 രൂപ. സൗജന്യ യാത്രയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല സൗകര്യമാണ്. അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു എല്ലാം അറിഞ്ഞു. 15-ാം തീയതി മുതൽ അടുത്ത മാസം 15-ാം തീയതി മുതൽ ഫ്രീ ആണ് യാത്ര. അറിഞ്ഞു. സന്തോഷമായോ? കേട്ടായിരുന്നോ അത്? അതാണ്. തൃശ്ശൂർക്ക് എത്ര പൈസ സാറിന് കൊടുക്കേണ്ടത്? 365 4 പേർക്ക്. അപ്പോഴേ എല്ലാവരോടും ഞാനും വേണുഗോപാൽ സാർ ഇപ്പോൾ ബസ്സിൽ കയറിയത് നമ്മുടെ UDFന്റെ പ്രചരണാർത്ഥമാണ്. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ പിന്നെ ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ യാത്ര സൗജന്യമായിരിക്കും. ഒരാൾ ടിക്കറ്റ് എടുക്കണ്ട, ബസ്സിൽ കയറുക, ഇഷ്ടമുള്ളിടത്തേക്ക് പോവുക, തിരിച്ചു വരിക. എല്ലാവരും സ്കൂളിലാക്കാൻ പോകണമെങ്കിലും ഒക്കെ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ബസ്സിൽ കയറുക, പോവുക, വരിക എന്നുള്ളതല്ലാതെ പിന്നെ സ്ത്രീകൾക്ക് ടിക്കറ്റ് കൊടുക്കുന്ന പരിപാടിയില്ല. അതിനെക്കുറിച്ച് കേട്ടായിരുന്നോ? എല്ലാവരും കേട്ടിരുന്നോ ഈ കാര്യം? കേട്ടിരുന്നോ? ഓക്കല്ലേ? UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഇതിനോടകം ജനശ്രദ്ധ ആകർഷിച്ച പദ്ധതിയാണ് 5-ന് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര. പദ്ധതി കൂടുതൽ പ്രചരിപ്പിക്കാനും ജനങ്ങളുടെ നേരിട്ടുള്ള പ്രതികരണം മനസ്സിലാക്കാനും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയും പങ്കാളിയായപ്പോൾ വേറിട്ടൊരു യാത്രയുടെ ഡബിൾ ബെല്ല് കൂടിയായി. KC വേണുഗോപാലിൻ്റെയും രമേശ് പിഷാരടിയുടെയും ഒപ്പം സംവദിച്ചും യാത്രാക്ലേശങ്ങൾ വിവരിച്ചും കുഴൽമന്നം വരെയുള്ള യാത്ര ബസ്സിലെ യാത്രക്കാർക്ക് നവ്യാനുഭവമായി. യാത്രക്കാരായ ആളുകൾ മുഴുവൻ പദ്ധതിയെ വലിയ തോതിൽ സ്വീകരിക്കുമെന്ന നിലയിലുള്ള പ്രതികരണമാണ് നടത്തിയത് എന്നും UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉടൻ തന്നെ പദ്ധതി നടപ്പാക്കുമെന്നും KC വേണുഗോപാൽ MP പ്രതികരിച്ചു. KSRTCയെ നഷ്ടത്തിലാക്കുന്ന പദ്ധതിയാണ് ഇതെന്ന് ഇടതുപക്ഷക്കാർ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാൽ കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് സർക്കാർ ഈ പദ്ധതി വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട് എന്നും സ്ത്രീ യാത്രക്കാരുടെ ടിക്കറ്റിന് ആനുപാതികമായ തുക സബ്സിഡിയായി സർക്കാർ KSRTCക്ക് നൽകുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ദൈനംദിന ജോലികൾക്കും പഠനത്തിനുമായി ബസ്സിനെ ആശ്രയിക്കുന്ന സ്ത്രീകൾക്ക് ഈ പദ്ധതി ഒരു വലിയ സാമ്പത്തിക ആശ്വാസമാകുമെന്ന പ്രതീക്ഷയും KC വേണുഗോപാൽ പങ്കുവച്ചു. ഇത് വെറുമൊരു വാഗ്ദാനമല്ലെന്നും UDFന്റെ ഉറപ്പാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ത്രീകളുടെ യാത്രാ സ്വാതന്ത്ര്യവും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുക എന്നതാണ് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ലക്ഷ്യം. ബസ്സിലെ അമ്മമാരുടെയും സഹോദരിമാരുടെയും കണ്ണുകളിലെ തിളക്കം ഈ പദ്ധതിയുടെ വിജയമാണ് സൂചിപ്പിക്കുന്നത് എന്നും KC വേണുഗോപാൽ പറഞ്ഞു.